കുറഞ്ഞ കാലം കൊണ്ട് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് അമൃത നായർ. കുടുംബവിളക്കിലൂടെ വന്ന് മിനി സ്ക്രീൻ താരമായി മാറിയ അമൃത ഇപ്പോൾ ഗീതാ ഗോവിന്ദത്തിലെ രേഖയായി തിളങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഒരു യൂട്യൂബ് ചാനലും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സാമ്പത്തികമായി ഏറെ തകർച്ചയിൽ കിടന്ന അമ്മയും അനുജനും അമ്മൂമ്മയും അടങ്ങുന്ന സ്വന്തം കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇപ്പോൾ നടിയാണ്. അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ അമൃത മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. കഴിഞ്ഞ ദിവസമാണ് അമൃത ഗീതാ ഗോവിന്ദത്തിൽ ഒപ്പം അഭിനയിക്കുന്ന രേവതി മുരളിക്കൊപ്പം ചേർന്ന് ഒരു ഡബ് സ്മാഷ് വീഡിയോ ചെയ്തത്. അനക്കൊരു മുത്തം തരട്ടെ എന്ന ക്യാപ്ഷനിട്ട് നടി പങ്കുവച്ച വീഡിയോ ഷെയർ ചെയ്താണ് ഗിരീഷ് കുട്ടപ്പൻ നായർ എന്ന ഒരു വിരുദ്ധൻ ഒരു ഉമ്മ തരാൻ തോന്നുന്നു എന്ന മെസ്സേജ് അയച്ചത്. ഉടൻ തന്നെ നടി അവൻ്റെ ഒരു ഉമ്മ എന്ന ക്യാപ്ഷനിട്ട് ഒരു സ്റ്റോറിയായി അത് പങ്കുവെക്കുകയും ചെയ്തു. ഇത് ഷെയർ ചെയ്ത് സീരിയൽ നടി ജോഷ്ന തരകൻ തമാശ രൂപത്തിൽ പറഞ്ഞത്, പാവം ചേട്ടൻ ചോദിക്കുന്നതൊക്കെ ആരെയും വിട്ട് കൊടുക്കണം അമ്മു എന്നാണ്. നിമിഷ നേരം കൊണ്ട് ന്യൂജൻ പൂവാലിനെ വിദഗ്ധമായി കൈകാര്യം ചെയ്ത അമൃതയുടെ സ്റ്റോറി ആരാധക ശ്രദ്ധ നേടുകയും ചെയ്തു. അതേസമയം സ്വകാര്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിനു പിന്നാലെയുള്ള യാത്രയിലാണ് അമൃത ഇപ്പോൾ ഉള്ളത്. അതിനായി ഇക്കുറി ആറ്റുകാൽ ദേവിക്ക് 51 കലത്തിലാണ് നടിയും അമ്മയും ചേർന്ന് പൊങ്കാലയിട്ടത്. അച്ഛനെ ഉപേക്ഷിച്ചു പോയ കുടുംബത്തെ നോക്കാൻ സെയിൽസ് ഗേളായി ജോലി ചെയ്തിരുന്ന അമൃത അപ്രതീക്ഷിതമായാണ് സീരിയൽ മേഖലയിലേക്ക് എത്തിയത്. എല്ലാവരും കല്യാണമില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്കും തനിക്കും അനുജനും തലചായ്ക്കാൻ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് അമൃത നായർ ഇപ്പോഴുള്ളത്. അതിൻ്റെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പാണ് സ്വന്തമായി കുറച്ച് ഭൂമി വാങ്ങിച്ചത്. അവിടെ വീട് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അതിനിടെയുണ്ടായത് 1000 പ്രശ്നങ്ങളാണ്. എങ്കിലും അതിനെയെല്ലാം നേരിടാം എന്ന ആത്മധൈര്യത്തിനു പുറത്താണ് അമൃത വീട് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. കൊല്ലം പുനലൂർ കാലായിൽ സ്വദേശിനിയാണ് അമൃത. അവിടെയാണ് ഈ സ്ഥലം വാങ്ങിച്ചതും ജനിച്ചതും വളർന്നതും എല്ലാം കാടിനോട് ചേർന്നുള്ള ഈ ചെറിയ ഗ്രാമത്തിലാണെങ്കിലും കഴിഞ്ഞ 3 വർഷത്തിലധികമായി തിരുവനന്തപുരത്തെ വാടക വീട്ടിലാണ് നടിയും അമ്മയും താമസിക്കുന്നത്. സ്വന്തം നാട്ടിലുള്ളത് 25 വർഷത്തോളം പഴക്കമുള്ള ഒരു ചെറിയ വീടാണ്. തുടർന്നാണ് അമൃത ആ വീട് പൊളിച്ച് തൻ്റെ സ്വപ്ന വീട് പണിയാൻ തീരുമാനിച്ചത്. അങ്ങനെ വീട്ടിലെ സാധനങ്ങളെല്ലാം മാറ്റി വീട് പൊളിക്കുകയും പകരം ഹിറ്റാച്ചി എത്തിച്ച് അല്പം കുന്നിൻമുകളിലുള്ള വീട് ഇടിച്ചു നിരപ്പാക്കി തറക്കല്ലിടുകയും ചെയ്തു. എന്നാൽ പിന്നീടുണ്ടായത് അവിചാരിതമായ സംഭവങ്ങളായിരുന്നു. നടിയെ ഏറെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാക്കിയ ആ സംഭവങ്ങൾക്ക് ശേഷമാണ് വീടിന് തറക്കല്ലിട്ട വീഡിയോ നടി പങ്കുവച്ചത്. 3 മാസം മുമ്പായിരുന്നു ഈ തറക്കല്ലിടൽ. റെഡി ക്യാഷ് കൊടുക്കാനില്ലാത്തതിനാൽ തന്നെ ലോൺ എടുത്ത് വീട് പണിയാനായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ ആഗ്രഹിച്ച വീടിൻ്റെ ബജറ്റും ലോൺ കിട്ടുന്ന തുകയും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ വന്നതോടെ വീട് പണി വലിയ പ്രതിസന്ധിയിലായി. എങ്കിലും ഇപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് വീടുപണി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമൃതയും അമ്മയും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.